ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, നമ്മൾ ഇന്ന് ഇവൻ്റെ പെർഫോമൻസ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം മഴയും കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ചെയ്യാണ്ടിരുന്നത്. ഇതേ പിന്നെ ഇത് വേറൊരു ഹോബി ഗ്രേഡ്, ഫുള്ളി ഹോബി ഗ്രേഡ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് ആസികാറാണ് കേട്ടോ. ഒബാവോ ബ്രാൻഡിൻ്റെ കണ്ടോ, ഇതിൻ്റെ ചേസി കാര്യങ്ങളൊക്കെ കണ്ടോ, ഫുള്ളി മെറ്റലി സംഭവമാണ് ഉണ്ടോ. റിയൽ കാറിൻ്റെ പോലെ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയും കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോർഡിൻ്റെ റാപ്റ്റർ ഇരിക്കുന്നുണ്ട്, ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു സംഭവം. പിന്നെ നമ്മുടെ സുബാറു ഒന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇരിക്കുന്നുണ്ട്, മോൺസ്റ്റർ ട്രക്കിന് കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ ഗൈസ് അതേപോലെ തന്നെ നമ്മുടെ ആർ സി ബോട്ട് റെഡിയാക്കി, ഓൾമോസ്റ്റ് റെഡിയാക്കി സെറ്റാക്കി വെച്ചേക്കണ്ടോ. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെയാണ്. അതായത് ഇതിന് മോട്ടർ ഉണ്ടായില്ല, അപ്പോൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്തു, 3S മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ കിടിലം വീഡിയോ വരുന്നുണ്ട്. അതായത് കിടിലം സ്പീഡാണ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവൻ്റെ പെർഫോമൻസ് നോക്കാം. നമ്മൾ അന്ന് അപ്ഗ്രേഡ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡേഷൻ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെ, റിമോട്ട് കാര്യങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവനെ പുറത്തെടുത്തുകൊണ്ട് പോവാം. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. ഇതിൻ്റെ സ്വിച്ച് പോലത്തെ ഒരു സെറ്റപ്പാണ്. ആക്സിലേഷൻ ഒരൊറ്റ സ്പീഡുള്ളൂ, നമുക്ക് ആക്സിലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ വീടിൻ്റെ പരിസരത്ത് കൂടെ ഉണ്ട് ഓടിക്കുന്നത്, നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത ഇഷ്യൂ കാരണമാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഗൈസ്, നമുക്ക് ഇവനെ എന്തോരം വെയിറ്റ് എടുക്കുമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു കല്ല് കയറ്റി വെച്ച് നോക്കാം. അപ്പോൾ ഇത് വലിക്കുമെന്ന് നോക്കാം, കാരണം നേരത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ വലിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കല്ല് ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. കട്ടക്കല്ലിൻ്റെ ഭയങ്കര മറ്റേ കോൺക്രീറ്റ് കല്ലിൻ്റെ പകുതിയല്ല, കുറച്ചുണ്ട്. താന്നിട്ടോ, ഷോക്കപ്സർ താന്നു. ഇതുണ്ടോ, ഓ ഗൈസ് വലിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വെയിറ്റ് ആൾ വലിക്കുന്നുണ്ട്. ഇതൊരു ടോയ് ഗ്രേഡ് RC ആണെന്ന് വിചാരിക്കണം. ഇത്രയും വെയിറ്റ് വലിക്കുന്നുണ്ട്. ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നത്, ഇത്രയും വെയിറ്റ് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആള്. ഓ ഗൈസ് പൊളി. ഓ ഫ്രണ്ട് പൊങ്ങുന്നു. ഓ ഗൈസ് അവിടെ തങ്ങിയിട്ടോ. നമ്മളിനി വലിച്ചു വിടേണ്ടി വരും, കാരണം കല്ല് നടുക്ക് കയറിയിരിക്കുമായിരുന്നു. ഓ പോകുന്നില്ല. ഓ ഓ ഓ മറിഞ്ഞ് ഗൈസ്, അത്രയും വെയിറ്റ് ബാക്കിൽ വന്നിട്ടുണ്ടോ. നമ്മുടെ സാധാ സസ്പെൻഷനാണെങ്കിൽ വണ്ടി എനിക്ക് തോന്നുന്നു ഓടത്തില്ല, കാരണം ഫുള്ളായിട്ട് ഇതായി പോയേനെ, ഭയങ്കര ഇളക്കവും ഇതൊക്കെ ആയിട്ട്. സംഭവം വേറെ ലെവല്, കുറച്ചുകൂടി പെർഫോമൻസ് കൂടി. പിന്നെ ഈ മറ്റേ സ്പീഡ് അഡ്ജസ്റ്റും ഈ സെർവോയും നമ്മൾ മറ്റേ ESC ഫുള്ളി ഹോബിയുടെ സെറ്റപ്പിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു RC കാർ തന്നെയാവും ഇത്. സസ്പെൻഷനൊക്കെ മാറ്റിയിട്ട് നല്ല കിടിലനായിട്ടുണ്ട്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ പറ്റിയിട്ടില്ല. സംഭവം സെറ്റാണ് കേട്ടോ. ഗൈസ്, വലിച്ച കല്ല് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ എടുത്തു വെച്ച് നോക്കാം. കണ്ടോ, സസ്പെൻഷൻ അത്രയും താന്നു കേട്ടോ.
ഇനി നമുക്ക് ആക്സേഷൻ കൊടുത്തു നോക്കാം. ഓ മറിഞ്ഞ് അതാ എഡ്ജിൽ പോയിട്ട് കേട്ടോ. സംഭവം ഇത്രയും വെയിറ്റ് വലിക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. നേരത്തെ കണ്ടീഷനിലൊന്നും ഇത്രയും വെയിറ്റ് ഒട്ടും വലിക്കത്തില്ല. ആ വീഡിയോ ടോയ്സിലെ വമ്പൻ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അപ്ഗ്രേഡ് വീഡിയോ കാണാത്തവർ ഇതിൻ്റെ ഒരു വീഡിയോക്ക് മുന്നിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. സ്പീഡും അതേപോലെ കൂടിയിട്ടുണ്ട്. നേരത്തെ സ്പീഡ് തന്നെയല്ല, നിങ്ങളത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സസ്പെൻഷൻ ഇട്ടുകൊണ്ട് എന്ന് വെച്ചാൽ ബോഡി അധികം വിറയലില്ല. അതായത് ടയറാണ് മാക്സിമം കൂടുതൽ ആക്ഷനിൽ പോകുന്നത്. സംഭവം നമ്മുടെ RC ടോയ്സിലെ വമ്പൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ മതി. ഗൈസ്, നമ്മളങ്ങനെ തൊട്ടടുത്തുള്ളൊരു റോട്ടിൽ വന്നിരിക്കുകയാണ്. അതായത് വീടിൻ്റെ തന്നെ ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ. നമുക്ക് ഇവിടെ ജസ്റ്റ് ഓടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയും ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് നോക്കാം, വലിക്കുമോ നോക്കാം. ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്, നമുക്കൊരു കല്ലെടുത്ത് വെച്ച് നോക്കാം. ഓ ഗൈസ്, ഇതൊരു ചെറിയൊരു ഇഷ്ടികക്കല്ലാണ്. ഇത് വെച്ച് എന്തായാലും വലിക്കും, കാരണം നേരത്തെ ഒരു കല്ല് ഇതിലും വലുതായിരുന്നു. കണ്ടോ, ഇത് സിമ്പിളായിട്ട് വലിക്കും, ഒരു സീനുമില്ല. ആ ഇഷ്ടികക്കല്ലൊക്കെ വെച്ചുകൊണ്ട് ചുമ്മാ സിമ്പിളായിട്ട് വണ്ടി നോർമൽ സ്പീഡിൽ ഓടുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇഷ്ടികക്കല്ല് മാറ്റിയിട്ട് ഇത് ഒരു വലിയ കല്ല് വെക്കാം. അതായത് നേരത്തേക്കാളും വെയിറ്റുള്ള ഒരു കോൺക്രീറ്റ് സെറ്റ് ഇതാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു വണ്ടി സസ്പെൻഷൻ ഫുള്ള് അറ്റം മുട്ടി. ഇത് ഓടുമെന്നുള്ള കാര്യമാണ് ഡൗട്ട് ഇപ്പോൾ. ഓ ഗൈസ്, ഓടുന്നുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ അടിപൊളി. ഈ ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്ത പറഞ്ഞാൽ നമുക്ക് ടയർ പിടിക്കുന്നില്ല, ഇങ്ങനെ തെന്നി സ്ലിപ്പായി പോവാം. ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്ത കാരണം ഫ്രണ്ടും പൊങ്ങുന്നുമുണ്ട്. ഓ ഗൈസ്, കല്ല് താഴെ പോയി. വണ്ടിയുടെ ബാക്കിൽ ലോഡ് കൂട്ടിയിട്ടാണ് കേട്ടോ, ഫ്രണ്ടിൽ ലോഡില്ല. അപ്പോൾ അത് കാരണം സംഭവം എന്തായാലും വലിച്ചല്ലോ. ഗൈസ്, ഇവൻ്റെ ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ട്, കാരണം സ്പീഡ് കുറഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മുടെ RC കാറിൻ്റെ പരിപാടീസൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓടിച്ച് നോക്കി, ആൾ അടിപൊളിയാണ്, വെയിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, അത്യാവശ്യം സ്പീഡുണ്ട്, സസ്പെൻഷൻ ഇട്ടിട്ട് അതും കൊള്ളാം, അടിപൊളി ഉണ്ടോ. ഗൈസ്, ഞാൻ ഇനിയൊരു പ്രത്യേക ഒരു കാര്യം പറയാം, ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. ഇതിൻ്റെ ബോർഡ് ഇരിക്കുന്നുണ്ടോ, ഈ ഒരു ലെവലിലാണ്. അതായത് വെള്ളം കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടിച്ചു പോകും. ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറക്കിയെന്ന് വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നോക്കിയിട്ടാണ് ഇറക്കിയത്. വാട്ടർ പ്രൂഫ് ആക്കിയിട്ടില്ല നമ്മൾ. വാട്ടർ പ്രൂഫ് ESC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ വാട്ടർ പ്രൂഫ് ആവുള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കുഴപ്പമില്ല. ഈ ഒരു ലെവലിൽ വരെ വെള്ളം കയറി, ബോർഡിലോട്ട് കയറിയിട്ടില്ല. കയറിയിരുന്നെങ്കിൽ ബോർഡ് അടിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾ ആരും ചെയ്യരുത്, ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ ഒരു ഫുൾ ഹോബി ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. റിയൽ ഹോബി വാസ് ടോയ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ വീഡിയോ ഉണ്ടോ. ബോട്ട് സെറ്റാണ്, ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഇവനൊന്ന് ഇറക്കി ഓടിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇവൻ്റെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണാം, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞു. സുബാറൊക്കെ ഇനി സെറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ട്രാക്സസിൻ്റെ സ്ലാഷ് ഇരിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടീസ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, സ്ലാഷ് എന്ന് പറയുന്നത് ട്രാക്സസ് സ്ലാഷിൻ്റെ ചേസിയാണ് ഇരിക്കുന്നത്. ഫുള്ളി വാട്ടർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫ് ESC. നമുക്ക് വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടിക്കാം. ഇതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പണീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, നിങ്ങൾ ബാറ്ററി ഇടുമ്പോഴത്തേക്കും സൂക്ഷിക്കുക. അതായത് ഇതിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് കാറിൻ്റെ അടിയിൽ ചെയ്തിട്ടുണ്ടാവും എത്ര വോൾട്ടേജ് ആണെന്ന്. ആ വോൾട്ടിനനുസരിച്ച് മാത്രം ബാറ്ററി ഇടുക. കൂടുതൽ വോൾട്ട് ആയി കഴിഞ്ഞാൽ ബോർഡ് താങ്ങത്തിൽ അടിച്ചു പോകും. അങ്ങനെ ഒരുപാട് പേര് വന്ന് ചോദിച്ചു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഓക്കെ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു RC ആയിട്ട് കാണാം, ഓക്കെ.